കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ്? കളഭാലങ്കാരത്തിൽ ആ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഉണ്ണിക്കണ്ണനാണോ അതോ മറ്റേതെങ്കിലും വേഷത്തിലാണോ നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് വളരെ പ്രധാനപ്പെട്ട പരമഭക്തയായ മഞ്ജുളാവാരസ്യാരുടെ സ്മരണയ്ക്ക് ഇന്നും നിലനിൽക്കുന്ന ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ അവിടെ ആ ഭഗവാന്റെ വാഹനമായ ഗരുഡൻ, അതും കാണാം, വെങ്കല ഗരുഡ ശില്പം. അതുപോലെ ഭഗവാന്റെ സതീർത്ഥ്യനായ സുധാമാവ്, ആ കുചേലൻ്റെ ശില്പവും കണ്ട് തൊഴുത് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. 4 ഭാഗത്തുനിന്നും നോക്കാം. അങ്ങനെ തൊഴുതിങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ, ആ ചുവരിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ ആ ഒരു വിഗ്രഹം കാണാം. അതിങ്ങനെ കുത്തിവെച്ചത്. അവിടെയും വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെയും നല്ലൊരു ശക്തി ഉണ്ട് എന്നാണ്. അപ്പോൾ അവിടെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരവും ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കെടാവിളക്കും കാണാം. വലതുവശത്തെ ആ തൂണ്, അതായത് നാരായണി എഴുതുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണും നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സാധാരണ ഉള്ള ആ പ്രകാശം, നെയ്യ് വിളക്ക്, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിൽ നെയ്യൊഴിച്ചിങ്ങനെ നെയ്ദീപത്തിൻ്റെ പ്രഭ അങ്ങനെ കാണും. അങ്ങനെ ഭഗവാന്റെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഉണ്ണി കേട്ടോ. ചെറിയ ഉണ്ണി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, ആ വിഗ്രഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സൈഡിലേക്ക് ഉള്ളൂ എന്ന് പറഞ്ഞാൽ വരിക, നടുക്കിലേക്ക് കുറച്ചേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ പിന്നെ നോക്കുമ്പോൾ പട്ടുകോണകം കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മാറത്ത് ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കഴുത്തിലൊരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല. പിന്നെ നോക്കുമ്പോൾ കാല് പിണച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോക്കി മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈ കൊണ്ട് കുഞ്ഞൊരു ഓടക്കുഴലും ഉണ്ട്. പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ കാല് പിണച്ചു വെച്ചിട്ട് ഓടക്കുഴൽ നാദം മുഴക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ. അങ്ങനെ നല്ല രസമായിട്ട് കാണാണ്ട്, ചെറിയ ഉണ്ണിയാണേ, അതാ രസം. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ പീലി തിരുമുടി, ആ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിപ്പൂവായിട്ടുള്ളതും. അതേപോലെ 2 ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാല ഇത് തന്നെയാണ്, നല്ല തിക്കായിട്ടുണ്ട്. ചെറിയ ഉണ്ണിയാവുകൊണ്ട് ചെറിയ മാല പോലെ തന്നെയാണ്. അതും തെച്ചിയും തുളസിയായിട്ടുള്ളത്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 തുളസി മാലകളുണ്ട്. ആകെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ ഉണ്ണീനെ കാണുന്ന ആ ഒരു കൗതുകം, അതാണെന്ന്. ഇന്നിപ്പോൾ 30 വ്യാഴാഴ്ചയല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു കാഴ്ചയായി. നല്ല തിരക്കുമുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ വിചാരിക്കുക. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഭഗവാനെ കാണുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ നമ്മളെത്തി. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നമ്മൾ ആ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ചുവരിൻ്റെ മുകളിലേക്ക് നോക്കി ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ഗണേശനെ കണ്ട് തൊഴാനായിട്ട് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. അവിടെ വരുമ്പോൾ ഗണേശൻ്റെ മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്, പൗണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, ധാരാളം മാലകളുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കി സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയൊരു ഗണപതിനെ കാണാം. ഗണപതിയെ കണ്ടൊന്ന് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ഓദിക്കേൻ്റെ അടുത്ത് നിന്ന് അർച്ചനപ്രസാദം വാങ്ങി പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ഭീഷ്മരെയും കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയും കണ്ട് തൊഴാം, മുരുകനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ധാരാളം മാലകളുണ്ട്, അതേപോലെ ധാരാളം കുങ്കുമമൊക്കെ ചാർത്തിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ടു തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. താമരക്കണ്ണനെ കണ്ടു തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ടു തൊഴാം. മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കടാവിളക്കൊക്കെ കണ്ടു തൊഴുത് അടുത്ത അറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കുറൂരമ്മയും അതേപോലെ നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ടു തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തും വാങ്ങി ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയെ കാണുമ്പോൾ നല്ല രസമാണ്. ഇപ്പം ഇന്നലെ അതേമാതിരി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കാണ് ശരിക്കുള്ള രൂപം വരുന്നത്. മിനിഞ്ഞാന്ന് ചെറിയ ഉണ്ണിയായിട്ട് ഓടുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ ചെല്ലുമ്പോൾ ഗോളക തന്നെയാണ്. ഇപ്പോഴൊക്കെ ഈ സമയത്തൊക്കെ വളരെ ദുർലഭമായിട്ടാണ് അലങ്കാരം മുഴുവനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം ചെയ്ത പോലെയാവും. അത് കഴിഞ്ഞ് നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാനെ ആ ശ്രീലകത്തേക്ക് നോക്കി കണ്ടു തൊഴാം. പിന്നെ കൂത്തമ്പലത്തിലേക്ക് നോക്കിയാൽ അവിടെ ആ കടവിളക്ക് കാണാം, അതൊന്ന് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരെ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പിന്നെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് നേരെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.